വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സാവൂൾ ഇസ്രായേലിൽ നിന്ന് 3000 പേരെ തിരഞ്ഞെടുത്തതിൽ 2000 പേർ അവനോടൊത്ത് മിക്മാഷിലും ബഥേൽ നാട്ടിലും നിന്നു. 1000 പേർ സാവൂളിൻ്റെ മകനായ ജോനാഥനോടുകൂടെ ബെഞ്ചമിൻ്റെ ഗിബെയാദേശത്തുമായിരുന്നു. ഗേബായിലുള്ള ഫിലിസ്ത്യരുടെ കാവൽ സൈന്യത്തെ ജോനാഥൻ പരാജയപ്പെടുത്തി. ഫിലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി. അപകടസ്ഥിതിയിലാണെന്ന് മനസ്സിലായപ്പോൾ ഇസ്രായേലിയർ ഗുഹകളിലും മാളങ്ങളിലും പാറക്കെട്ടുകളിലും ശവകുടീരങ്ങളിലും കിണറുകളിലും ഒളിച്ചു. സാവൂൾ സാമുവേലിൻ്റെ നിർദ്ദേശമനുസരിച്ച് 7 ദിവസം അവന് വേണ്ടി കാത്തിരുന്നു. എന്നാൽ അവൻ ഗിൽഗാലിൽ വന്നില്ല. അതിനാൽ ജനം സാവൂളിനെ വിട്ടുപിരിയാൻ തുടങ്ങി. സാവൂൾ ദഹനബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സാമുവേൽ വന്നു അവനെ ശകാരിച്ചു. താൻ ബലിയർപ്പിച്ചത് കർത്താവിൻ്റെ സഹായത്തിനായിരുന്നു എന്ന വാദം സാമുവേൽ അംഗീകരിച്ചില്ല. സാവൂളിൻ്റെ ഭരണം നീണ്ടു നിൽക്കുകയില്ലെന്നും കർത്താവ് വേറെയാളെ കണ്ടുപിടിച്ചു എന്നും സാമുവേൽ അറിയിച്ചു. സാവൂലും പുത്രൻ ജോനാഥനും മറ്റ് 600 പേരും ഫിലിസ്ത്യരെ ആക്രമിക്കാൻ ബെഞ്ചമിൻ്റെ ഗേബാദേശത്ത് പാളയമടിച്ചു. ഫിലിസ്ത്യർ മിക്മാഷിലും കൂടാരമടിച്ചു. ജോനാഥനും തൻ്റെ ആയുധവാഹകനും കൂടി സാവൂളോ നാട്ടുകാരോ അറിയാതെ നടത്തിയ ആദ്യ സംഹാരത്തിൽ അവർ 20 ഫിലിസ്ത്യരെ കൊന്നൊടുക്കി. അപ്പോൾ സാവൂൾ തൻ്റെ കൂടെയുണ്ടായിരുന്ന ജനത്തോട് പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയത് ആരെന്നറിയുവാൻ എണ്ണി നോക്കുവിൻ. അവർ നോക്കിയപ്പോൾ ജോനാഥനും ആയുധവാഹകനും അവിടെ ഇല്ലായിരുന്നു. ദൈവത്തിൻ്റെ പേടകം ഇവിടെ കൊണ്ടുവരിക എന്ന് സാവൂൾ പറഞ്ഞു. സാവൂൾ പുരോഹിതനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഫിലിസ്ത്യപാളയത്തിലെ ബഹളം മേൽക്കുമേൽ വർദ്ധിച്ചു. കൈ പിൻവലിക്കുക എന്ന് സാവൂൾ പുരോഹിതനോട് പറഞ്ഞു. അനന്തരം സാവൂളും കൂടെയുണ്ടായിരുന്ന ജനവും അണിനിരന്ന് യുദ്ധസ്ഥലത്തേക്ക് ചെന്നു. ഫിലിസ്ത്യർ പരസ്പരം പടവെട്ടി നശിക്കുന്നതാണ് അവർ അവിടെ കണ്ടത്. ഫിലിസ്ത്യർ തോറ്റോടി. അങ്ങനെ കർത്താവ് അന്ന് ഇസ്രായേലിനെ രക്ഷിച്ചു. സാവൂൾ കർത്താവിനോട് ബലിപീഠമുണ്ടാക്കി ദൈവത്തോട് ചോദിച്ചു, ഞാൻ ഫിലിസ്ത്യരെ പിന്തുടരണമോ? അങ്ങ് അവർ ഇസ്രായേലിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമോ? എന്നാൽ അവിടുന്ന് അന്ന് അവന് മറുപടി നൽകിയില്ല. ഇസ്രായേലിൻ്റെ രാജാവായതിനു ശേഷം മൊവാബ്യർ, അമ്മോന്യർ, ഏദോമ്യർ, സോബാരാജാക്കന്മാർ, ഫിലിസ്ത്യർ എന്നിങ്ങനെ ചുറ്റുമുള്ള ശത്രുക്കളോടെല്ലാം സാവൂൾ പൊരുതി അവൻ ചെന്നിടങ്ങളിലെല്ലാം വിജയം വരിച്ചു. 1 സാമുവേൽ 14:47. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.